ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കമായി. ഇന്ന് വിജയ് ദിവസ്. ധീരസൈനികരുടെ ജീവത്യാഗം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് അല്ലാരഖ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. വിട പറഞ്ഞത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടുതൽ വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ശബരിമലയിൽ ഈ സീസണിൽ ഇതുവരെ ദർശനം നടത്തിയത് 23.85 ലക്ഷം പേർ. പരമ്പരാഗത കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക സൌകര്യമൊരുക്കും. ഓസ്ട്രേലിയക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. വാർത്തകൾ വിശദമായി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കമായി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് ചർച്ച തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യസഭയിൽ ചർച്ചയ്ക്ക് മറുപടി നൽകും. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഔപചാരികമായി ഭരണഘടന അംഗീകരിച്ചത്. ഇന്ന് വിജയ് ദിവസ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ വിജയത്തിന്റെ സ്മരണയ്ക്കായാണ് വിജയ് ദിവസ് ആഘോഷിക്കുന്നത്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾക്ക് രാജ്യം ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ധീരസൈനികരുടെ ജീവത്യാഗം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സായുധ സേനയുടെ അചഞ്ചലമായ ധൈര്യവും ദേശസ്നേഹവും രാജ്യം സുരക്ഷിതമായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് അല്ലാരഖ സാക്കിർ ഹുസൈൻ വിടവാങ്ങി. 73 വയസ്സായിരുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്ത്യം. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയെയാണ് നഷ്ടമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. മാന്ത്രിക വിരലുകളാൽ തബലയിൽ താളവിസ്മയം തീർത്ത് ഇന്ത്യൻ സംഗീതത്തെ ലോകവേദികളിലെത്തിച്ച സംഗീത പ്രതിഭയാണ് ഓർമ്മയാകുന്നത്. തബല എന്ന വാദ്യോപകരണത്തെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയവരിൽ പ്രധാനി. പിതാവ് ഉസ്താദ് അല്ലാരഖ ഖാനായിരുന്നു സാക്കിർ ഹുസൈനെ സംഗീത ലോകത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. 12ാം വയസ്സ് മുതൽ വേദികളിൽ തബല അവതരിപ്പിച്ചു തുടങ്ങി. ഐതിഹാസിക പോപ്പ് ബാൻഡ് ദ ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചു. 4 ഗ്രാമി അവാർഡുകൾ ഏറ്റുവാങ്ങി. കേരളത്തോടും ഇവിടുത്തെ താളവാദ്യങ്ങളോടും എന്നും ആത്മബന്ധം പുലർത്തി. പലതവണ കേരളം സന്ദർശിച്ചു. പെരുവനം കുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പം വേദി പങ്കിട്ടു. ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥമടക്കം നിരവധി സിനിമകൾക്ക് സംഗീതം നൽകി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്കാരങ്ങളും ഭാഷകളും രാജ്യാതിർത്തികളും കടന്ന് ലോകമാകെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ തബല വിദ്വാനാണ് ഉസ്താദ് സാക്കിർ ഹുസൈൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. ആഴത്തിലുള്ള ജ്ഞാനവും അപാരമായ സിദ്ധിയും സാക്കിർ ഹുസൈനെ അനുപമമായ സംഗീതജ്ഞനാക്കി മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടുതൽ വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അടിവാരം 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് സ്വകാര്യ ഉടമസ്ഥയിലുള്ള സാധ്യമായ സ്ഥലങ്ങളിൽ പുതിയ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി സംസ്ഥാനത്തുടനീളം കൂടുതൽ ചാർജ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനുള്ള രൂപരേഖ തയ്യാറാക്കുക. പ്രൈവറ്റുകാർക്ക് അത് കൊടുക്കാൻ പോവുകയാണ്. അതിവേഗം തന്നെ സംസ്ഥാനത്തുടനീളം ഫസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല ജനോപകാരപ്രദമായ രീതിയിൽ തയ്യാറാക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ സ്വരൂപിക്കാൻ ഈ രംഗത്തെ വിദഗ്ധന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വർക്ക്ഷോപ്പ് ഈ മാസം തുടക്കത്തിൽ തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ കോഴിക്കോടൻ കുന്നിൽ 110 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് ഇന്ന് തറക്കല്ലിടും. 143 സെന്റ് ഭൂമിയിലാണ് 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നത്. ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ യൂട്യൂബ് വഴി ചോർന്നതും പരീക്ഷ നടത്തിപ്പും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പട്ടികവർഗ്ഗക്കാരനായ യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ആർ കേളു
പോലീസിന് നിർദ്ദേശം നൽകി. പയ്യമ്പള്ളി കൂടൽക്കടവ് ചെമ്മാട് പട്ടികവർഗ ഉന്നതിയിലെ മാത്തൻ എന്നയാളെയാണ് റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ചു കൊണ്ടുപോയത്. സംഭവത്തിൽ മാനന്തവാടി പോലീസ് വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു. യുവാവിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനങ്ങളുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ജനകീയ പരിപാടിയാണ് താലൂക്ക് അദാലത്തെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ ഇരിട്ടി താലൂക്ക് തല അദാലത്ത് ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. KSRTC ജീവനക്കാർക്ക് ശമ്പളം ഇന്ന് രാവിലെ മുതൽ ഒറ്റത്തവണയായി വിതരണം ചെയ്തു തുടങ്ങി. ശമ്പളത്തിനായി സർക്കാർ നൽകുന്ന തുകയുടെ ആദ്യ ഗഡുവായ 30 കോടി രൂപ KSRTCക്ക് ലഭിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ KSRTCയുടെ ഇന്ധനത്തിനായി നൽകേണ്ട തുക കൂടി ശമ്പളത്തിനായി മാറ്റിയാണ് ഒറ്റത്തവണയായി തന്നെ ശമ്പളം വിതരണം ചെയ്യുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്തിന് തുടക്കമായി. തീർത്ഥാടകരെ വരവേറ്റുകൊണ്ടുള്ള സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശാൻ ദേഹവിയോഗ ശതാബ്ദി സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. 30-ന് തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്യും. ധനുമാസ പുലരിയിൽ അയ്യപ്പനെ ദർശിച്ച് 10,000. മണ്ഡര മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറന്ന ദിനം മുതൽ ഇന്ന് രാവിലെ 11 വരെ ദർശനം നടത്തിയത് 23,85,842 തീർത്ഥാടകർ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ധനു 1 ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ നല്ല തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. എന്നാൽ തീർത്ഥാടകർക്ക് ഏറെ നേരം കാത്തുനിൽക്കാതെ സുഖദർശനം സാധ്യമാക്കാൻ അധികൃതർ വളരെ നല്ല ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. ഇന്ന് നട തുറന്ന രാവിലെ 3 മുതൽ രാവിലെ 11 വരെ 41,352 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മണിക്കൂറിൽ 3,500ഓളം പേർ ദർശനം നടത്തുന്നുണ്ട്. ഇന്ന് സന്നിധാനത്ത് വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. പരമ്പരാഗത കാനന പാതകളിലൂടെ ശബരിമല ദർശനത്തിനെത്തുന്നവർക്ക് പ്രത്യേക സൌകര്യമൊരുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. കാനന പാതകളിലൂടെ നടന്നുവരുന്ന തീർത്ഥാടകർക്ക് വനം വകുപ്പ് പ്രത്യേക ടാഗ് നൽകും. ടാഗുമായി നടപ്പന്തലിൽ എത്തുന്നവർക്ക് ദർശനത്തിനായി പ്രത്യേക വരി ഉണ്ടാകും. ഈ സംവിധാനം ഉടൻ നിലവിൽ വരുമെന്നും PS പ്രശാന്ത് അറിയിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്തിൽ ഒരുക്കിയ ക്രമീകരണങ്ങൾ ഭക്തർക്ക് സുഖദർശനത്തിന് പര്യാപ്തമാണെന്നും സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയ സൌകര്യങ്ങൾ അഭിനന്ദനാർഹമാണെന്നും തമിഴ്നാട് മന്ത്രി PK ശേഖർ ബാബു പറഞ്ഞു. സന്നിധാനത്ത് ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 4ാം ദിനത്തിലേക്ക് കടന്നു. ഇന്ന് 14 തിയേറ്ററുകളിലായി വിവിധ വിഭാഗങ്ങളിൽ 67 സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കുന്നത്. മേളയിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ആൻഹുയുടെ ബോട്ട് പീപ്പിൾ, ദ പോസ്റ്റ് മോഡേൺ ലൈഫ് ഓഫ് മൈ ഓണ്ട്, ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിൽ ഷോൺ ബേക്കറിന്റെ അനോറ, മിഗേൽ ഗോമസിന്റെ ഗ്രാൻഡ് ടൂർ തുടങ്ങിയ 67 ചിത്രങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഫ്രഞ്ച് സംഗീത സംവിധായകയും നിർമ്മാതാവുമായ ബിയാട്രിസ് തിരിയേറ്റിന്റെ അരവിന്ദൻ സ്മാരക പ്രഭാഷണമാണ് ഇന്ന് മേളയിലെ മറ്റൊരാകർഷണം. ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ് ഇന്ത്യയിൽ തിരിച്ചെത്തി. ചെന്നൈ വിമാനത്താവളത്തിലെത്തിയ ഗുകേഷിന് തമിഴ്നാട് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ഓസ്ട്രേലിയ 1ാം ഇന്നിംഗ്സിൽ 445 റൺസ് എടുത്തു. 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി. വിരാട് കോഹ്ലി, ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ഔട്ടായി. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസ് എന്ന നിലയിലാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൌണ്ട് മത്സരങ്ങളിൽ നാളെ കേരളം മേഘാലയയെ നേരിടും. ഹൈദരാബാദിൽ രാത്രി 7:30-നാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് മിനി താരലേലത്തിൽ കേരളത്തിന് അഭിമാനമായി VJ ജോഷിത. 10 ലക്ഷം രൂപയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് വയനാടുകാരിയായ ജോഷിതയെ സ്വന്തമാക്കിയത്. ക്വാലാലംപൂരിൽ നടക്കുന്ന വനിതാ അണ്ടർ-19 ഏഷ്യാ കപ്പിനുള്ള ടീമിലും ജോഷിത ഉണ്ട്. ISL ഫുട്ബോളിൽ നാളെ ഈസ്റ്റ് ബംഗാൾ SC പഞ്ചാബ് FCയെ നേരിടും. വൈകിട്ട് 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ് നാഥൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മാഹിയിലെത്തും. മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച 10 കിടക്കകളോട് കൂടിയ ICU അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 2 ദിവസത്തെ പ്രത്യേക ചർച്ചയ്ക്ക് രാജ്യസഭയിൽ തുടക്കമായി. ഇന്ന് വിജയ് ദിവസ്. ധീരസൈനികരുടെ ജീവത്യാഗം വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഇതിഹാസ തബല വിദ്വാൻ ഉസ്താദ് അല്ലാ രഖ സാക്കിർ ഹുസൈൻ അന്തരിച്ചു. വിട പറഞ്ഞത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് ആഗോള മുഖം നൽകിയ പ്രതിഭാശാലിയെന്ന് പ്രധാനമന്ത്രി.
സംസ്ഥാനത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കൂടുതൽ വാഹന ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ശബരിമലയിൽ ഈ സീസണിൽ ഇതുവരെ ദർശനം നടത്തിയത് 23.85 ലക്ഷം പേർ. പരമ്പരാഗത കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിന് പ്രത്യേക സൌകര്യമൊരുക്കും. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.